അദ്ദേഹം വാമനരൂപം പൂണ്ടുവന്ന് ചക്രവർത്തിയെ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തി എന്നുള്ളൊരു കഥയും. ഇത് എവിടെയാണ് ഈ കഥ കിടക്കുന്നത്? ചവിട്ടി താഴ്ത്തി. അപ്പൊ ഈ 3 അടി മണ്ണിന്റെ കഥയോ? സാക്ഷാൽ വാമനമൂർത്തിയായിട്ടുള്ള ഗുരു ശിഷ്യനായ മഹാബലിക്ക് തൃപ്പാദ ദീക്ഷ കൊടുത്ത് അദ്ദേഹത്തെ സുതലത്തിലേക്ക് അയച്ച് വാമനമൂർത്തി തന്നെ ഗദാധാരിയായിട്ട് അവിടെ കാവൽ നിൽക്കുകയാണ്. അപ്പോൾ അത്ര വലിയൊരു പദവിയിലേക്കും അത്ര വലിയൊരു അനുഗ്രഹവും കൊടുത്ത വാമനമൂർത്തിയാണ് ചവിട്ടി താഴ്ത്തിയെന്ന് പറഞ്ഞ് പൊട്ടക്കഥ അടിച്ചു വിട്ടിരിക്കുന്നത്. നമുക്ക് തോന്നിയതുപോലെ നമ്മളൊരു കഥ ഉണ്ടാക്കിയാൽ അത് പ്രമാണമാവില്ല. എൻ്റെ ഈഗോയിലാണ് കൊള്ളേണ്ടത് അത്. 3ാമത്തെ അടി, ആ 3ാമത്തെ അടിക്ക് വേണ്ടി ആ തല താഴ്ത്തി കൊടുക്കുന്നത്. ഞങ്ങളുടെ എല്ലാം പരമ്പരയിൽ അവസാന ദീക്ഷ തരുന്നത് ഗുരുവിൻ്റെ തൃപ്പാദത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഈ 10 തല എന്ന് പറയുന്നതും അല്ലേ? രാവണനോളം വലിയ കവി, രാവണനോളം വലിയ വൈദ്യൻ, രാവണനോളം വലിയ താന്ത്രികൻ, മാന്ത്രികൻ വേറെ ആരുമില്ല. ഒരു വിഷ്ണു ഭജനം ചെയ്യേണ്ട 10 ദിവസത്തെ കാലയളവാണ് ശരിക്കും ഓണം. ഈ ഒരു 10 ദിവസം സാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. ശരിക്കും കഥ തിരിച്ചാ പറയേണ്ടത്. അവിടെ ദളിതൻ ശരിക്കും രാമനാണ്. ഓണത്തിൻ്റെ അതല്ലെങ്കിൽ മഹാബലിയുടെയും വാമനമൂർത്തിയുടെയും ഒക്കെ ഈ പറയുന്നൊരു ഐതിഹ്യത്തിൻ്റെയും ഒക്കെ ആധാരം ഭാഗവതമാണെങ്കിൽ പിന്നെ എവിടെ നിന്നുണ്ടായി? ധർമ്മം മാറുമ്പം കർമ്മം മാറും, കർമ്മം മാറുമ്പം വർണ്ണം മാറും. മാസം നക്ഷത്രം മാറ്റി നിർത്തിയിട്ടിത് അങ്ങ് പൊതുവായി പറയുന്നൊരു കാര്യമാണ്. സിദ്ധനായിരുന്ന മഹാബലിയെ അദ്ദേഹത്തിന് പരമമായ പദത്തിലേക്ക് അദ്ദേഹത്തെ ഉയർത്തിയ സമയമാണ് ഈ ഓണം എന്ന് പറയുന്ന സമയം. ഓണം പഴമയുടെയും പാരമ്പര്യത്തിൻ്റെയും ഒരു ആഘോഷമാണ്, ഉത്സവമാണ്. അപ്പോൾ ഈ ദിവസം നമ്മോടൊപ്പം അതിഥിയായി വരുന്നത് ആ പഴമയുടെയും പാരമ്പര്യത്തിൻ്റെയും ഒരു ഉദാത്ത ലക്ഷണമായ ശേഷിപ്പായ കാവുകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന, ഒപ്പം അറിയപ്പെടുന്ന ഒരു താന്ത്രികനുമായ ശ്രീ രാജേഷ് ശർമ്മയാണ്. നമസ്തേ, സ്വാഗതം ജനൻ ടിവിയുടെ ഓണം സ്പെഷ്യൽ പരിപാടിയിലേക്ക്. ഓണത്തിന് ഏത് അതിഥി വന്നാൽ ആദ്യം ചോദിക്കുന്നത് കുട്ടിക്കാലത്ത് ഓണത്തിൻ്റെ ഓർമ്മയുണ്ടോ, ഊഞ്ഞാലാടിയിട്ടുണ്ടോ? ഞാനതൊന്നുമല്ല ചോദിക്കുന്നത്. രാജേഷ് ജിയുടെ ഒരു അറിവിൽ എന്താണ് ഓണം, എന്താണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം, അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും പ്രമാണങ്ങളുണ്ടോ? ഒരു താന്ത്രികനെ സംബന്ധിച്ചിടത്തോളം ഓണമെന്ന് പറയുന്നതിൻ്റെ കാഴ്ചപ്പാട് വേറൊന്നുകൂടിയാണ്. അതായത് പരമമായ പദമെന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ള ആ ഒരു ദേവൻ തന്നെ ആയിത്തീരുന്ന അവസ്ഥയാണ്. ആ അവസ്ഥയ്ക്ക് നമുക്ക് വിഘാതമായിട്ട് വരുന്നത് എന്താണ്? ചില സമയങ്ങളിൽ നമ്മളുടെ ഈഗോയാണ്. എല്ലാം നേടിക്കഴിഞ്ഞു, ഞാൻ വലിയവനാണ്, എനിക്കെല്ലാം ഉണ്ടെന്നുള്ള തോന്നലിൽ നിന്നുണ്ടാകുന്ന ആ ഒരു ഈഗോ, അതിനെ ജയിക്കാനായിട്ട് പലപ്പോഴും സാധകർക്ക് ഒറ്റയ്ക്ക് പറ്റാറില്ല. അവിടെ അപാരമായിട്ടുള്ള ഗുരുകൃപ തന്നെ വേണം. അത്തരത്തിൽ സാക്ഷാൽ വാമനമൂർത്തിയായിട്ടുള്ള ബാലയോഗിയായ ഭഗവാൻ അവതരിച്ച് മഹാബലിയുടെ ദർപ്പത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തണ്ടിനെ അടക്കിയതാണ്. ഞങ്ങളുടെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഈ തണ്ടിന്മേലേറിയ ബലിതൻ ദണ്ടൊട്ടു പെരുത്തപ്പോൾ പലാശ ദണ്ടു പിടിച്ചൊരുണ്ണി, പ്ലാശിൻ്റെ വടി പിടിച്ചൊരുണ്ണി, കാരണം ഉപനയനം കഴിഞ്ഞു കൊടുക്കുന്ന വടി, അത് പിടിച്ച ഉണ്ണി. ദണ്ഡവൈരീരിപുവായി ധണ്ണിക്കാതെ പാദം വെച്ച്, ഉപദ്രവിക്കാതെ വേദനിപ്പിക്കാതെ പാദം വെച്ച് ദാനത്തെ ഗ്രഹിച്ചൊരു ദാനവാരിയാം ദാനവവൈരിയെ ദേഹം വീഴ്ത്തി ഞാൻ കുമ്പിടുന്നേന്. കാരണം ഭഗവാൻ അതുപോലെ അനുഗ്രഹിച്ചാണ് ബലിയെ വിടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കയറി ഒന്ന് ചോദിക്കട്ടെ, കാര്യം ഇതിൻ്റെ ഉത്തരം അവിടെയുണ്ട്. ഈ അസുര ചക്രവർത്തിയായ മഹാബലിയുടെ ജനപ്രീതിയും അദ്ദേഹം വാഴുന്ന നാട്ടിലെ ഐശ്വര്യവും അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയും അദ്ദേഹത്തെ അങ്ങ് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഇന്ദ്രപദവിയിലേക്ക് അല്ലെങ്കിൽ ദേവരാജപദവിയിലേക്ക് അദ്ദേഹത്തിന് അവകാശം വരുന്നു എന്ന് തോന്നിയപ്പോൾ അസൂയ പൂണ്ട ദേവഗണങ്ങൾ മഹാവിഷ്ണുവിനെ സമീപിക്കുകയും അദ്ദേഹം വാമനരൂപം പൂണ്ടുവന്ന് ഈ മഹാചക്രവർത്തിയെ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തി എന്നുള്ളൊരു കഥയും. ഇതൊക്കെ അവലംബമില്ലാത്ത കഥകളാണ്, പ്രമാണമില്ലാത്തതാണ്. ശ്രീമദ് ഭാഗവതമാണല്ലോ ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഭാഗവതത്തിൽ അങ്ങനെയല്ല കഥ. നമുക്ക് തോന്നിയതുപോലെ നമ്മളൊരു കഥ ഉണ്ടാക്കിയാൽ അത് പ്രമാണമാവില്ല. ഭാഗവതത്തിൽ ഭഗവാൻ ബലിയെ അനുഗ്രഹിച്ച് പരിവാരസമേതമായിട്ട് സുതലത്തിലേക്ക് കടത്തിവിട്ട് സുതലത്തിൽ ഭഗവാൻ തന്നെ ഗദാധാരിയായിട്ട് കാവൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഏത് ആജ്ഞയും ഞാൻ അനുസരിച്ച് കൊള്ളാം എന്ന് പറഞ്ഞാണ് അവിടെ കാവൽ നിൽക്കുന്നത്. കാരണം അദ്ദേഹത്തിന് വിട്ടുകളയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് അറിയുമോ, നമ്മൾ ഈ പെട്ടെന്ന് ധർമാത്മാവായി തീരുക എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വച്ഛന്തിം നിഗച്ഛതിം കൗന്ദേയ പ്രതിജാനി നമേ ഭക്ത പ്രണശ്യതി എന്നാണ്. അതായത് പെട്ടെന്ന് ധർമാത്മാവാകൂ, ആ ധർമാത്മാവായി ശാശ്വതമായ പദത്തിലെത്തുന്ന എൻ്റെ ഭക്തൻ നശിക്കില്ല എന്നാണ്. അപ്പോൾ നശിക്കാതെ ഇരിക്കണമെങ്കിൽ എന്ത് വേണം? ശാശ്വതമായ പദത്തെ പ്രാപിക്കണം. ശാശ്വതമായ പദത്തെ നിങ്ങൾ പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഈഗോ കളയണം.
ആ ഈഗോ ബലിക്ക് സ്വയമേവ കളയാൻ സാധിക്കില്ല. കാരണം അത്രയധികം വരബലം നേടിക്കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഒന്നിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ദേവന്മാരെ വെറുതെ കുശുംബന്മാരായിട്ടും ദോഷക്കാരായിട്ടും ഒക്കെ ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ദേവന്മാരെന്ന് പറയുന്നത് നമ്മളുടെ ഉന്നമനത്തിന് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്നവരാണ്. അവർ അസുരന്മാരെ കണ്ടാൽ ഭയക്കുന്നവരൊന്നുമല്ല. ഇതൊക്കെ വെച്ചാൽ വരബലം കൊണ്ട് ഇവരെ എല്ലാം ജയിക്കുന്ന അല്ലെങ്കിൽ ഇവരെ കവച്ചു വയ്ക്കുന്ന തലത്തിലേക്ക് പോകുമ്പോൾ ആസുരമായ ശക്തികൾ വരുമ്പോൾ മാത്രമേ ദേവന്മാരുടെ എതിർപ്പുണ്ടായിട്ടുള്ളൂ. ഇത് ഭാസുരമായ ദൈവദത്തമായ സാക്ഷാൽ പ്രഹ്ലാദൻ്റെ പൗത്രനായിട്ട് വരുന്ന സാക്ഷാൽ മഹാവിഷ്ണു, എന്താ പറയുക, മഹാവിഷ്ണു നരസിംഹമൂർത്തിയായിട്ട് അവതരിച്ചപ്പോൾ മടിയിലിരുന്ന ആളാണ് പ്രഹ്ലാദൻ. അത് നമ്മൾ മനസ്സിലാക്കണം. ആ പരമ്പരയുടെ ഗുണം എന്തായിരിക്കും? ആ പ്രഹ്ലാദൻ അങ്ങനെ വരാനുള്ള കാരണം എന്താണ്? പ്രഹ്ലാദൻ്റെ മൂലമന്ത്രം എവിടുന്ന് പോയി? പ്രഹ്ലാദൻ എവിടെ നിന്നാണ് ഈ നാരായണമന്ത്രം കിട്ടുന്നത്? നാരദ മഹർഷിയിൽ നിന്നാണ് കിട്ടുന്നത്. ഈ നാരദ മഹർഷിക്ക് ആരാണിത് പറഞ്ഞു കൊടുത്തത്? സാക്ഷാൽ ബ്രഹ്മാവാണ് ഉപദേശിച്ചത്. ബ്രഹ്മാവ് എവിടെ നിന്നുണ്ടായി? ഭഗവാന്റെ നാഭിയിലെ കമലത്തിൽ നിന്നുണ്ടായി. അപ്പോൾ സാക്ഷാൽ അതിൻ്റെ പരമേഷ്ഠി ഗുരു എന്ന് പറയുന്ന തത്വത്തിലിരിക്കുന്ന ആരാണ്? സാക്ഷാൽ മഹാവിഷ്ണുവാണ്. ആ ഭഗവാന് ഒരു ശിഷ്യൻ വളർന്നു വരുന്നതിൽ ഈഗോ ഉണ്ടാവുമോ? അദ്ദേഹം എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ ആരാന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത് ഈ വിഷ്ണു. അപ്പം സ്വന്തം കുലത്തിലൊരു ശിഷ്യൻ, സ്വന്തം അല്ലെങ്കിൽ സ്വന്തം പരമ്പരയിലൊരു ശിഷ്യൻ ഇത്ര ഉയർന്ന പദവിയിലേക്ക് വന്നിട്ടും ഇത്രയും വരബലം കിട്ടിയിട്ടും അവൻ്റെ ഉള്ളിലെ ചെറിയ ഈ ഒരു ഈഗോ, ഞാൻ വലിയവനാണെന്ന് എനിക്ക് എന്തും കൊടുക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു ഈഗോ ഇല്ലേ, അതിനെ ചെറിയൊരു കുട്ടി ഉപനയനം കഴിഞ്ഞ് വന്ന ചെറിയൊരു 8 വയസ്സുകാരൻ കുട്ടിയുടെ രൂപത്തിൽ വന്ന് ഭഗവാൻ ഇല്ലാണ്ടാക്കി. ആ വന്നിരിക്കുന്നത് ഭഗവാനാണെന്നും സാക്ഷാൽ പരമഗുരുവാണെന്നും മനസ്സിലാക്കുമ്പോൾ മഹാബലി നമസ്കരിക്കുമ്പോൾ അവസാനത്തെ ദീക്ഷ, ഞങ്ങളുടെ എല്ലാം പരമ്പരയിൽ അവസാന ദീക്ഷ തരുന്നത് ഗുരുവിൻ്റെ തൃപ്പാദത്തിൽ നിന്നാണ്. ഗുരുവിൻ്റെ പാദമാണ് ശിരസ് വയ്ക്കുന്നത്. ആ തൃപ്പാദ ദീക്ഷ കൊടുത്തതിന് ശേഷം അദ്ദേഹത്തെ ആ ഈഗോ എല്ലാം മാറിയിട്ട് അടുത്ത ഇന്ദ്രപദവിക്ക് വേണ്ടിയിട്ട്, കാരണം യോഗ്യനായവന് ഇന്ദ്രനായിട്ടിരിക്കണം. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അപ്പം ആ ഇന്ദ്രപദവിയിലേക്ക് ഇദ്ദേഹത്തെ ഉയർത്തി അടുത്ത മന്വന്തരത്തിൽ, കാരണം ഇപ്പോൾ ഒരു ഇന്ദ്രനുണ്ട്, ആ ഇന്ദ്രനൊരു കാലപരിധിയുണ്ട്. അപ്പോൾ അടുത്ത മന്വന്തരത്തിൽ ഇന്ദ്രപദവിയെ കൊടുക്കണം എന്നുള്ള താല്പര്യത്തിൽ അദ്ദേഹം സുതലത്തിലേക്ക് പരിവാരസമേതം അയച്ച് അദ്ദേഹത്തിൻ്റെ ക്ഷേമാന്വേഷണത്തിന് വേണ്ടി സ്വയമേവ ഒരു കാവൽക്കാരൻ്റെ വേഷം കെട്ടി അവിടെ നിൽക്കുകയാണ് വാമനമൂർത്തി. അപ്പോൾ ചവിട്ടിത്താഴ്ത്താണോ? ഇത് എവിടെയാണ് ഈ കഥ കിടക്കുന്നത്? ചവിട്ടിത്താഴ്ത്തി നമ്മുടെ പാഠപുസ്തകങ്ങളിൽ 4ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പുസ്തകങ്ങളിൽ വരെ ചവിട്ടിത്താഴ്ത്തി പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 അടി മണ്ണിൻ്റെ കഥയോ, ഒരടി കൊണ്ട് ഭൂമിയും പിന്നൊരടി കൊണ്ട് പിന്നെ 3ാമത്തെ അടി വെക്കാൻ ഇടവില്ലാത്ത വന്നപ്പോൾ 2 അടി കൊണ്ട് തന്നെ ലോകം മുഴുവൻ അളന്നു. അപ്പോൾ ഈ വന്നിരിക്കുന്ന ആരാണെന്ന് മനസ്സിലായി. ഇനി 3ാമത്തെ അടി എവിടെയാണ് പോകാനുള്ളത്? എൻ്റെ ഈഗോയിലാണ് കൊള്ളേണ്ടത്. അത് 3ാമത്തെ അടി, ആ 3ാമത്തെ അടിക്ക് വേണ്ടിയാണ് തലതാഴ്ത്തി കൊടുക്കുന്നത്. സ്വയം നമ്മളുടെ ഏറ്റവും വലിയ ഉത്തമാംഗം എന്ന് നമ്മൾ പറയുന്നത് ശിരസ്സാണ്. ആ ഉത്തമാംഗത്തെ താഴ്ത്തി കൊടുത്തിരിക്കുകയാണ്. ഞാനില്ലാണ്ടായി, ഞാൻ അങ്ങേക്ക് സമർപ്പിച്ചിരിക്കുന്നു, ഇനി ഗുരുവായ അങ്ങ് എന്നെ രക്ഷിക്കുക. ഇതാണ് അതിൻ്റെ അർത്ഥം. ആ അർത്ഥത്തിലാണ് ആ ശിരസ് അവിടെ കൊടുക്കുന്നതും ശിരസിൽ എന്താ പറയുക, മന്ത്രസമേതം ദീക്ഷയായിട്ട് കൊടുക്കുന്നത്, അദ്ദേഹത്തെ സുതലത്തിലേക്ക് അയക്കുന്നത്. അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ തന്നെ കാവൽക്കാരനായിട്ടിരിക്കുക. അപ്പോൾ ഇതുപോലൊരു അനുഗ്രഹം വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഉണ്ടോ? അനുഗ്രഹിച്ച ഗുരു തന്നെ കാവൽക്കാരനായിട്ട് ജീവിതാന്ത്യം വരെ, അല്ലെങ്കിൽ അടുത്ത മന്വന്തരത്തിലേക്ക് വേണ്ടി കാവൽക്കാരനാക്കി അവിടെ ആയിട്ട് നിന്ന് കൊടുത്തിരിക്കുകയാണ്. എല്ലാ ക്ഷേമവും അദ്ദേഹമാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ അത്ര വലിയൊരു പദവിയിലേക്കും അത്ര വലിയൊരു അനുഗ്രഹവും കൊടുത്ത വാമനമൂർത്തിയാണ് ചവിട്ടിത്താഴ്ത്തിയെന്ന് പറഞ്ഞ് ഈ കള്ളക്കഥ, പൊട്ടക്കഥ അടിച്ചു വിട്ടിരിക്കുന്നത്. അതൊക്കെ ഈ ഓരോ സ്വാർത്ഥ താല്പര്യക്കാർ അവരുടെ ഇഷ്ടത്തിന് വേണ്ടി ഓരോന്ന് വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് കഴിഞ്ഞിടയ്ക്ക് ഒരാൾ പറഞ്ഞു, രാവണൻ എന്ന ദളിതനെ രാമനെന്ന് പറയുന്ന സവർണൻ വന്ന്, എന്നാൽ വാസ്തവത്തിലേ വിശ്രവാഹ മഹർഷിയുടെ മകനാണ് രാവണൻ. വിശ്രവാഹ മഹർഷിയുടെ അച്ഛൻ പുലസ്ത്യനാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആരാണ്? ബ്രഹ്മാവാണ്. അപ്പം മഹാബ്രാഹ്മണനായിരുന്ന പുലസ്ത്യൻ്റെ മകനായ മഹാബ്രാഹ്മണനായ രാവണനെ വെറും ക്ഷത്രിയനായ രാമനാണ് ജയിച്ചത്. അപ്പോൾ തിരിച്ചാണ് ശരിക്കും. ബ്രാഹ്മണനായ രാവണൻ വേണമെങ്കിൽ ക്ഷത്രിയനായ ഒരുത്തൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയേണ്ടത്. അതിന് പകരം അടിച്ചു വിടുന്നതെന്ന് പറഞ്ഞാൽ രാവണൻ ദളിതനായിരുന്നു. രാവണനോളം വലിയ പണ്ഡിതനില്ലായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ദ്രിയ നിഗ്രഹം പോയി. അതുകൊണ്ടാണ് ഈ 10 തല എന്ന് പറയുന്നതും അല്ലേ? അത്ര പാണ്ഡിത്യം, ആ ലെവൽ ഓഫ് പ്രജ്ഞ വേറെ ആർക്കും. രാവണനോളം വലിയ കവി, രാവണനോളം വലിയ വൈദ്യൻ, രാവണനോളം വലിയ മാന്ത്രികൻ വേറെ ആരുമില്ല. ഭൂമിയിൽ ആ സമയത്ത് ആരുമില്ല. ഏൺ ചെയ്ത ആളാണ്. അതായത് ബ്രഹ്മാവെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക മുത്തശ്ശനാണ്, മുതുമുത്തശ്ശനാണ്.
ബ്രഹ്മാവിൽ നിന്ന് വരം ഡിമാൻഡ് ചെയ്യണം. ഇവിടെ വയ്ക്കുന്ന പറയുന്ന വരം അതോ തന്നെയോ മഹാദേവനെ ശ്രദ്ധിച്ചാൽ മതി. മഹാദേവൻ ഡൂക്കിളികളെ ഒന്നും ശിഷ്യനാക്കിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ പരശുരാമൻ, അഗസ്ത്യർ, നന്ദികേശൻ, സുബ്രഹ്മണ്യൻ, ആ കൂടെ രാവണൻ, ദ്രോണർ. നിസ്സാരണക്കാരനാണോ? അർജുനന് പാശുപതം കൊടുത്ത് എത്ര പരീക്ഷിച്ചിട്ടാ? അപ്പോൾ ആ രാവണന് ചന്ദ്രഹാസം കിട്ടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ആ തലത്തിലുള്ളൊരു വലിയ ഉപാസകൻ ആണ്. പക്ഷേ ഇന്ദ്രിയ നിഗ്രഹം പോയി. ഒരു മനുഷ്യസ്ത്രീയായിട്ടുള്ള സീതയെ കണ്ടപ്പം ഇത്രയും ഗന്ധർവ രാക്ഷസ ദേവസ്ത്രീകൾ പോലും വശമതരായിട്ടുള്ള സമയത്തും സീതയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് പല രാമായണങ്ങളുണ്ട്. അതിലുള്ള ഒരു വാൽമീകി രാമായണത്തിലെ കഥയാണ് പറഞ്ഞത്. സീതയോട് ഇഷ്ടം തോന്നി, സീതയെ പിടിച്ചു കൊണ്ടുപോയി. ആ കൊണ്ടുപോയതിൻ്റെ ഭാഗമായിട്ട് കുലവും വംശവും അവനവനും നശിച്ചു. അത് ഇന്ദ്രിയ നിഗ്രഹം ഇല്ലാതെ വന്നതിൻ്റെ ഫലമാണ്. ശരിക്കും കഥ തിരിച്ചാണ് പറയേണ്ടത്. അവിടെ ദളിതൻ ശരിക്കും രാമനാണ്. അങ്ങ് വാമനമൂർത്തിയുമായി ഒരു ബന്ധം, അങ്ങയുടെ ഉപാസന മൂർത്തി അല്ലേ തിരുവള്ളൂരപ്പൻ, അത് വാമനമൂർത്തി തന്നെയല്ലേ? അതെ, വൈക്കത്ത് വെള്ളൂർ ദേശത്ത്, മേവള്ളൂർ എന്ന് പറയുന്ന ദേശത്ത്, ഞങ്ങളെല്ലാം ആരൂടെ അവിടെയാണ്, വെള്ളൂരാണ്. അവിടെ ഈ ചെറിയ പ്രായം മുതൽ നമ്മൾ ഇതെന്താണെന്ന് അറിയാത്ത കാലം മുതൽ അവിടെ ആശ്രയിക്കുകയും പോവുകയും തൊഴുകയും ഒക്കെ ചെയ്ത് അദ്ദേഹത്തിന് വേണ്ടി ഈ ഉത്സവ സമയങ്ങളിലൊക്കെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത് ഇതെന്തോ ഒരു സംഗതിയാണ് എന്ന് മാത്രം മനസ്സിലാക്കി ആ അമ്പലത്തിൻ്റെ കെട്ടും മട്ടും വലിപ്പവും കണ്ട് നമ്മൾ അഭിരമിച്ചും ഒക്കെ അവിടെ അങ്ങനെ കഴിഞ്ഞുകൂടിയൊരു സമയമുണ്ട്. പക്ഷേ അതിനുശേഷം ഒരു വിദ്യ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സമയം വന്നപ്പോൾ ഗുരുവായിട്ട് അദ്ദേഹത്തെ തന്നെ കണക്കാക്കി, വേറെ ആരോടും ചോദിക്കാനില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ തന്നെ ആശ്രയിച്ച് ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ സാധന പുരസ്കരണ എല്ലാം ചെയ്തു തീർത്ത ഒരു കാലമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഭഗവാൻ ഒന്ന് നോക്കിയിട്ടുണ്ട്. എന്തായാലും ഭഗവാൻ അനുഗ്രഹിച്ചു എന്നൊന്നും പറയാനും മാത്രമുള്ള ഓട്ടത്തിലൊന്നും ഞാൻ എഴുന്നള്ളിക്കില്ല. ഭഗവാനായി വരുത്താൻ കുറച്ച് നാളായി ഇവിടെ തിരിഞ്ഞ് നടക്കുന്നുണ്ട് എന്നിങ്ങനെ ഒന്ന് കണ്ടിട്ടുണ്ട്. കടാക്ഷിച്ചു എന്ന് വേണം പറയാൻ. കാരണം അല്ലെങ്കിൽ നമുക്ക് എപ്പോൾ പോയാലും കർമ്മങ്ങളിലെ ദൈവാധീനവും ക്രിയകളിലെ ദൈവാധീനവും ഒക്കെ എപ്പോഴും നല്ല പെട്ടെന്ന് വരികയും വലിയ ബുദ്ധിമുട്ടിക്കായിട്ട് തന്നെ ക്രിയകൾക്കൊക്കെ ചെയ്യാൻ പറ്റുകയും ഒക്കെ തന്നെ ചെറിയൊരു കാലയളവ് കൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഈ വീഡിയോ എടുക്കുന്നില്ലേ, ഈ ഒരു കാലയളവ് ഭഗവാൻ തന്ന അനുഗ്രഹമാണ്. അല്ലാതെ എന്താണ്? ശരിക്കും വിസ്പയുടെ 7-ാം കൂലിയായിട്ടുള്ള നമ്മളെ ഭഗവാൻ കൊണ്ടൊന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ട് ഇരുത്തിയില്ലേ, നിസ്സാര കാര്യമാണോ? അത് ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ എനിക്ക് എപ്പോഴും എൻ്റെ പരമഗുരുസ്ഥാനത്ത് ഞാൻ ഭഗവാനെ കാണാറുണ്ട്. ഓരോ പൂജ കഴിക്കുമ്പോഴും ഞാനൊരു വിളക്ക് കത്തിച്ച് ആ ഭഗവാനൊരു നിവേദ്യം സമർപ്പിച്ചതിന് ശേഷം മാത്രമേ ഒരു പൂജ കഴിക്കാറുള്ളൂ. എല്ലാ പൂജയിലും, എല്ലാ ദിവസവും തർപ്പണത്തിലും സന്ധ്യാവന്ദനത്തിലും മാനസപൂജകളിലും സകല സമയത്തും ഭഗവാനെ സ്മരിച്ചുകൊണ്ടേ ഉണ്ടാവാറുള്ളൂ. ചില സമയത്ത് മനുഷ്യനായതിൻ്റെ പേരിൽ ചെറിയൊരു കുഴപ്പമൊക്കെ പറ്റി നമ്മൾ ചിലപ്പോൾ ഒന്ന് വിട്ടുപോകും. ആ സമയത്ത് ഭഗവാൻ തന്നെ അതിന് ഒരു കാരണം ഉണ്ടാക്കുകയും ചെറിയൊരു അടിയൊക്കെ തരികയും നേരെയാക്കുകയും. കാരണം സാധനാ പന്താവിൽ നമ്മൾ ഗുരുവായിട്ട് അദ്ദേഹത്തെ കണ്ടുപോയില്ലേ, ഇനി സാധനയിൽ നിന്ന് വ്യതിചലിക്കുന്ന എന്ത് വന്നാലും അദ്ദേഹം അത് നേരെയാക്കാനുള്ള ഉത്തരവാദിത്വം വരും. അപ്പോൾ അങ്ങനെ ഭഗവാനെ ഇങ്ങനെ ഗുരുവായിട്ട് കണ്ട് ഞാനിങ്ങനെ മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഭഗവാനുമായിട്ടുള്ള ബന്ധം. ശരിക്കും ഭഗവാനുമായിട്ട് ഭയങ്കരമായ ബന്ധം, ആത്മബന്ധമൊന്നും അല്ല പറയേണ്ടത്. എനിക്ക് അത് കഴിഞ്ഞിട്ടേ വേറെന്തും ഉള്ളൂ. അദ്ദേഹത്തിന് എന്തെങ്കിലും അവിടെ ഒരാവശ്യം ക്ഷേത്രത്തിൽ വരുമ്പോൾ എനിക്ക് സാധിക്കുന്നതാണ് ഞാൻ ചെയ്യാറുണ്ട്, പറ്റുന്നതാണ് അവരാവശ്യപ്പെട്ടാൽ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ സദാസമയത്തും ആ സ്മരണയുണ്ട്. വഴിയിലേക്ക് ഇറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും കയറുമ്പോഴും കുളിക്കുമ്പോഴും നനയ്ക്കുമ്പോഴും ഉണ്ണുമ്പോഴും സകല സമയത്തും അദ്ദേഹം ഉണ്ടെന്നും അദ്ദേഹം തരുന്നത് അദ്ദേഹത്തിൻ്റെ ആ അനുഗ്രഹത്തിൽ നിന്നുണ്ടായതാണ് ഈ ചോറെന്നും വിചാരിച്ചാണ് ഓരോ ദിവസവും ഊണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിദ്യയിൽ ഉപാസനയിൽ എല്ലാം ഉണ്ട്. ഇതെല്ലാം പുള്ളിയില്ലെങ്കിൽ ഇല്ല. ഈ ഉപാസനയും ബലവും മന്ത്രബലവും ഒക്കെ അദ്ദേഹം ഇല്ലെങ്കിൽ പിന്നെ ഇല്ല. അപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത് കള്ളമില്ല, ചതിയുമില്ല, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കഴിഞ്ഞിരുന്ന ഒരു കാലം, അതൊക്കെയാണ്. പക്ഷേ അങ്ങിപ്പോൾ പറഞ്ഞനുസരിച്ചാണെങ്കിൽ അതിനേക്കാൾ വലിയ മറ്റൊന്നില്ലേ? അതായത് അഹന്തയ്ക്ക് മേൽ, അഹങ്കാരത്തിന് മേൽ, അതല്ലെങ്കിൽ അതൊരു ഏറ്റവും നെഗറ്റീവല്ല, എല്ലാം നേടിയ ഒരാളുടെ, അത് ജ്ഞാനമായിക്കൊള്ളട്ടെ മറ്റെന്തെങ്കിലും നേട്ടമായിക്കൊള്ളട്ടെ, അതിൻ്റെ പേരിൽ അഹങ്കരിക്കരുത് എന്നുള്ളൊരു സന്ദേശം കൂടിയല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓണം തരുന്നത്? അത്ര വലിയ അഹങ്കാരമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ചെറിയൊരു നമ്മൾ പറയില്ല, നമ്മുടെയൊക്കെ അളവിൽ നോക്കിയാൽ നമുക്കൊക്കെ ഉള്ളതിൻ്റെ 1 കോടിയിൽ ഒരു അംശമേ ഉള്ളൂ അദ്ദേഹത്തിനുള്ളൂ. പക്ഷെ അതുപോലും തൻ്റെ ഭക്തന് പാടില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അത്ര പോലും ഈ പരമപദത്തിലേക്ക് പോകുന്ന ആൾക്ക് വേണ്ട, അതാണ് അതിൻ്റെ അർത്ഥം. ഈ ഭഗവാൻ പല സമയത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഗീത അർജുനന് ഗീത ഉപദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? അർജുനൻ യോഗ്യനായതുകൊണ്ടാണോ? അർജുനന് യോഗ്യത ഇല്ലാത്തതുകൊണ്ടാണോ?
പലരും ചോദിക്കാറുണ്ട്. വാസ്തവത്തിൽ ആലോചിച്ചാൽ യോഗ്യത കുറവുള്ളതുകൊണ്ടാണ്. കാരണം എന്തുകൊണ്ട് ഗീത ഭീഷ്മർക്ക് ഉപദേശിച്ചില്ല, ദ്രോണാചാര്യർക്ക് ഉപദേശിച്ചില്ല? അർജുനൻ ഒരു ഓർമ്മ വെച്ച കാലം മുതൽ കാണുന്ന, അല്ലെങ്കിൽ ഗുരുവായിട്ട് വരിച്ചപ്പോൾ മുതൽ കാണുന്ന ആളുകളാണ് ഇവരൊക്കെ. പക്ഷേ അർജുനൻ ജനിച്ച കാലം മുതൽ കാണുന്ന ആളാണ് ഭീഷ്മർ. അർജുനനെ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ള ആളാണ് ഭീഷ്മർ. ചെറിയ പ്രായത്തിൽ കളിപ്പിച്ചിട്ടുള്ള ആളാണ്. ആ ഭീഷ്മർക്ക് എത്ര അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും? പക്ഷേ എന്നിട്ടും ശത്രുപക്ഷത്ത് വരുമ്പോൾ ആയുധം എടുക്കാൻ ഭീഷ്മർക്ക് മടിയില്ലായിരുന്നു. അത് മടി വന്നപ്പോഴാണ്, ആ യോഗ്യതയുടെ കുറവാണ് അർജുനന് ഗീത ഉപദേശിക്കാൻ കാരണം. ഭഗവാൻ പറയുന്നുണ്ട്, സത്യത്തിൽ ഉദ്ധവരുടെ അത്ര ജ്ഞാനമോ അക്രൂരെ പോലെ ഭക്തിയോ നിനക്കില്ല, പക്ഷെ നീ എൻ്റെ കൂട്ടുകാരനായിപ്പോയി, അതുകൊണ്ടാണ് ഉപദേശിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പല സമയത്തും ഇതുപോലെ പല വേഷങ്ങളും ആടി. ഇതിൻ്റെ എല്ലാം ഇത്രയേ ഉള്ളൂ. എന്നെ ആശ്രയിച്ച എൻ്റെ ഭക്തന് നാശം ഉണ്ടാവാൻ പാടില്ല, ഒരിക്കലും നശിക്കരുത്. ആ അർത്ഥത്തിലാണ് ഭഗവാൻ ഇതിനെല്ലാം നമ്മൾ കാണേണ്ടത്. നമ്മൾ ഈ ഒരു സാമൂഹികമായ ആംഗിളിലോ ജനാധിപത്യ വീക്ഷണകോണിലോ കണ്ടാൽ ഈ കഥയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അവർക്കുള്ളതല്ല ഭാഗവതം. അതായത് ഒരു ഭാഷ പറഞ്ഞാൽ ഒരു സൈഡിൽ മാർക്സിസവും ഇപ്പുറത്ത് ഭാഗവതോട് പഠിക്കാൻ പറ്റില്ല. രണ്ടും ഒരുമിച്ച് പഠിച്ചാൽ ഇത് മനസ്സിലാവില്ല. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് കഴിഞ്ഞ് ഒന്ന് പഠിക്കണം. രണ്ടും നല്ലത് തന്നെ, പക്ഷെ ഒന്ന് തീർത്തതിന് ശേഷം അടുത്ത പഠിക്കുക. അതിപ്പോൾ വെച്ചാൽ ഫുട്ബോളിൻ്റെയും ക്രിക്കറ്റിൻ്റെയും കൂടെ നിയമാവലി ഒരുമിച്ച് പഠിക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചില ആളുകൾ അബദ്ധം കാണിച്ചപ്പോഴാണ് ഇങ്ങനെയുള്ള പൊട്ടക്കഥകൾ ഉണ്ടായത്. അത് പാഠ്യപദ്ധതിയിൽ വന്ന ആളുകളെ പഠിപ്പിച്ചതാണ് അത്ഭുതം. അപ്പോൾ അതിന് പിന്നിലൊരു അജണ്ട ഇല്ലേ എന്ന് സംശയിക്കേണ്ടി വരും. ഇങ്ങനെ ഒരു പ്രമാണമില്ല. ഇതിന് ആധാരം ഓണത്തിൻ്റെ, അതല്ലെങ്കിൽ മഹാബലിയുടെയും വാമനമൂർത്തിയുടെയും ഒക്കെ ഈ പറയുന്നൊരു ഐതിഹ്യത്തിൻ്റെയും ഒക്കെ ആധാരം ഭാഗവതമാണെങ്കിൽ പിന്നെ എവിടെ നിന്നുണ്ടായി, എന്നുണ്ടായി? അത് ഇത് മാത്രമല്ലല്ലോ, ഒരുപാട് കാര്യങ്ങളിൽ ഇതുപോലെ കലർപ്പ്. ഇതിന് പറയുന്നതാണ് പ്രക്ഷിപ്തങ്ങൾ എന്ന് പറയും. ഇത് നമ്മളിപ്പോൾ പറയുമ്പോൾ ഇതൊരു കഥയിൽ ഇങ്ങനെ വന്നു എന്നാണ്, പക്ഷെ അങ്ങനെയല്ല. പുരാണങ്ങളിലും ഉപനിഷത്തുകളിലും സകല സ്ഥലങ്ങളിലും ഇത് പ്രമാണം പോലെ എഴുതി കയറ്റിയിട്ടുണ്ട് പല സാധനങ്ങളും. അതിന് പറയുന്നതാണ് പ്രക്ഷിപ്തം. അതുകൊണ്ടാണ് ഗ്രന്ഥം ഗുരു ഇല്ലാണ്ട് പഠിക്കരുതെന്ന് പറയുന്നത്. കാരണം ഈ എഴുതി കയറ്റിയ പ്രക്ഷിപ്തങ്ങൾ എവിടെ നിന്ന് കണ്ടുപിടിക്കും? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. അബദ്ധം എഴുതി കയറ്റിയിരിക്കുകയാണ്. എനിക്കും പാണ്ഡിത്യമുണ്ട്, ഞാനും 2 ശ്ലോകം തട്ടിവിട്ടിരിക്കുകയാണ്. അതും ഇവർ പഠിക്കേണ്ടി വരും. അങ്ങനെ വന്നപ്പോഴാണ് പല സംഗതികളും നമുക്ക് മനുഷ്യത്വവിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് നന്നായിട്ട് മനസ്സിലാകുന്നത്. ഒരിക്കലും വരില്ല. ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഗീതയിൽ വന്നപ്പോൾ ഈ എപ്പോഴും പറയുന്ന സാധനമാണ് മറ്റേ സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ അല്ലെങ്കിൽ എന്താ പറയുക, വർണ്ണം ഭഗവാൻ ഉണ്ടാക്കിയതാണെന്നും ഗുണകർമ്മ വിഭാഗശയാണെന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന് പറയുന്ന ശ്ലോകം ഒക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. ഈ വർണ്ണം ആരാണ് തീരുമാനിക്കുന്നത്? വർണ്ണം തീരുമാനിക്കുന്നത് ഗുണവും കർമ്മവുമാണ്, അല്ലേ? ഗുണത്തെയും കർമ്മത്തെയും എന്താണ് തീരുമാനിക്കുന്നത്? നിങ്ങളുടെ ധർമ്മമാണ് തീരുമാനിക്കുന്നത്. ഈ ധർമ്മം എന്താണ്? ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഒരേ കണ്ടീഷനിൽ ഒരേ സമയത്തുള്ള ധർമ്മം ആയിരിക്കില്ല ആപത്തിൽ. ഇപ്പം എനിക്ക് ഒരു ഉപദേശമുണ്ട്, ആയുധം എടുത്ത് ആരെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്നാണ്. ഇവിടെ അങ്ങോട്ട് വരുമ്പം ആ ധർമ്മം മാറ്റി വയ്ക്കണം, അടുത്ത ധർമ്മം എടുക്കണം. അപ്പോൾ ധർമ്മം മാറുമ്പം കർമ്മം മാറും, കർമ്മം മാറുമ്പം വർണ്ണം മാറും. അങ്ങനെ ഈ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുമായിട്ടുള്ള എല്ലാ വർണ്ണങ്ങളും എല്ലാവരിലൂടെയും എല്ലാ സമയത്തും സംക്രമിച്ച് പോയിക്കൊണ്ടേയിരിക്കും. ചിലരിൽ ആ വർണ്ണത്തിൻ്റെ ഗുണം അധികകാലം നിലനിൽക്കും. അപ്പോൾ അത്രയും കാലത്തേക്ക് ആ വർണ്ണത്തിൽ നിൽക്കും. ഇത് അങ്ങ് ഇടയ്ക്കൊന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥയല്ലേ, അമ്മയും അച്ഛനെയും തള്ളരുത് തല്ലരുത്? അങ്ങനെയല്ല, അച്ഛനെ ഉന്തിയിടാൻ പറ്റില്ല. പക്ഷെ അമ്മയെ കൊല്ലാൻ തുടങ്ങിയാൽ പറ്റും. എന്ത് ചെയ്യും? അച്ഛന് ഷോക്ക് അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഒരു കവളം ഉണങ്ങിയ മടലിന് അടിക്കേണ്ടി വരും, അല്ലേ? അടിക്കുന്നതിന് മുമ്പ് ഒന്ന് പാദത്തിൽ തൊഴുതിട്ട് അടിച്ചേക്കാമെന്ന് വിചാരിച്ചാൽ രണ്ടുപേരും കൂടെ അവിടെ നിൽക്കും. അപ്പം ഈ ഒരു ആപത്തിലൊരു ധർമ്മം വേറെയാണ്, സാധാരണ നിയമം വേറെയാണ്. ഇതിനെ തമ്മിൽ ക്ലബ് ചെയ്യരുത്. ബുദ്ധിയുള്ള മനുഷ്യൻ അവനവൻ്റെ യുക്തിക്കും നിരക്കുന്ന രീതിയിൽ ധർമ്മത്തെയും വർണ്ണത്തെയും ഒക്കെ നമ്മൾ അതിനനുസരിച്ച് മാനിപ്പുലേറ്റ് ചെയ്തു കൊള്ളണം. അല്ലാണ്ട് യുദ്ധം വരുന്ന സമയത്ത് ഞാൻ വാളെടുക്കില്ല, എനിക്ക് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ അവൻ വന്ന് കൊന്നിട്ട് പോവും. അപ്പം വാളെടുക്കണം.
ആ വാളെടുക്കലാണ് അപ്പുറത്തെ ധർമ്മം. അപ്പോൾ ഓരോ സമയത്തും ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും കുറേ കുട്ടികൾക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുമ്പോൾ ബ്രാഹ്മണനായിരിക്കണം, യുദ്ധം പഠിപ്പിക്കുമ്പോൾ ക്ഷത്രിയനായിരിക്കണം, കച്ചവടം ചെയ്യാൻ പഠിപ്പിക്കുമ്പോൾ വൈശ്യനുമായിരിക്കണം, സേവനം ചെയ്യാൻ പഠിപ്പിക്കുമ്പോൾ ശൂദ്രനായിരിക്കണം. ഇപ്പോൾ പുരുഷ സൂക്തത്തിലെ വരികൾ പറഞ്ഞിട്ട് ഇതുപോലെ പറയാറുണ്ട് ആളുകൾ. ഈ ഓണത്തിൻ്റെ വിഷയത്തിൽ ഇതൊന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ പറയേണ്ടതല്ല. എന്നാലും ഈ മുഖത്തുനിന്ന് ബ്രാഹ്മണരുണ്ടായി, ബാഹുക്കളിൽ നിന്ന് ക്ഷത്രിയരുണ്ടായി, തുടയിൽ നിന്ന് വൈശ്യൻ, പാദത്തിൽ നിന്ന് ശൂദ്രനുണ്ടായി. അപ്പോൾ ശൂദ്രൻ മോശക്കാരനാണ് പാദത്തിൽ നിന്ന്. അപ്പോൾ പാദമില്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞ മനസ്സിലായി. ഒരു പിരമിഡായിട്ട് കണക്കാക്കിയാൽ ഏറ്റവും വിസ്താരത്തിലുള്ള വേണ്ടത് എന്താണ്? സേവനം ചെയ്യാനായിട്ടുള്ള ആളുകളാണ് വേണ്ടത്. അതിന് മുകളിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ വേണം. അതിന് തൊട്ട് മുകളിൽ ഇതിനെ സംരക്ഷിക്കാനുള്ള ആൾക്കാർ, അത് അത്രയും തന്നെ വേണ്ട. അതിന് മുകളിൽ ഇൻ്റലക്ച്വലായിട്ടുള്ള ആളുകൾ വേണം. അത് ബ്രാഹ്മണർ. താഴത്തെ അത്ര ഇൻ്റലക്ച്വലായിട്ട് ചിന്തിക്കാൻ പറ്റാത്ത സാധാരണ ആളുകൾ എന്ത് ചെയ്യണം? സേവനങ്ങൾ ചെയ്തു കൊടുക്കും. അവർക്ക് അതേ സാധിക്കുകയുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാകുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ് വർണ്ണത്തെ നിർവചിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ വർണ്ണത്തിന് ജാതിയായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ആദ്യം മനസ്സിലാക്കണം. വർണ്ണം വേറെ, ജാതി വേറെ. അപ്പോൾ ഇന്നത്തെ ഓണം എന്താണ്? ഇന്ന് ഓണം ഇപ്പോൾ അങ്ങയുടെ സങ്കല്പത്തിലെ ഓണം എന്താണ്? കേരളത്തിൽ തന്നെ തെക്ക് ഒരു രീതിയിൽ, വടക്ക് കേരളത്തിൽ മറ്റൊരു രീതിയിലൊക്കെയാണ് ഓണാഘോഷവും ഒക്കെ. നമ്മളുടെ ഈ പൂക്കളമൊക്കെ തന്നെയും ശരിക്കും പറഞ്ഞാൽ ഒരു യന്ത്രങ്ങളുടെ സ്വഭാവത്തിലാണ് നമ്മൾ ഇടുന്നതും അതിൻ്റെ നിറങ്ങൾ കൊടുക്കുന്നതും ഒക്കെ. ശരിക്കും പറഞ്ഞാൽ ഒരു പൂർവികമായ ഒരു പദ്ധതി, കുലാചാര പദ്ധതിയുടെ ബാക്കിയാണ് ഈ ഓണത്തിന് കാണുന്ന അനുഷ്ഠാനങ്ങളൊക്കെ തന്നെ. അതിൻ്റെ ആ താന്ത്രികമായ വശം ഇപ്പം നഷ്ടപ്പെട്ടു പോയി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാലും അവസാന നാളുകളിൽ ഈ അടയുണ്ടാക്കുന്നതും മാതേവർക്ക് നേദിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങൾക്കാണ് ഒരു മാറ്റം വന്നത്. നോക്കൂ, മാറ്റം എന്ന് പറയുന്നത് കാലം അനിവാര്യമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. എന്തെങ്കിലും ഒന്ന് നശിച്ചു പോയി എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമില്ല. അത് നശിക്കേണ്ട കാലത്ത് നശിച്ചിരിക്കുകയാണ്. ഇനി വീണ്ടും ഉണ്ടായി വരും ഏതെങ്കിലും കാലത്ത് ആവശ്യമുള്ളപ്പോൾ, അല്ലെങ്കിൽ രൂപാന്തരം വരും. അപ്പോൾ ഓണമെന്ന് പറയുന്നത് നമുക്ക് ഈ എന്ത് സംഗതിയാണെങ്കിലും ഈ ഒരു 10 ദിവസം സാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. സാധനാ കാലയളവായിട്ട് ഉപയോഗിക്കുക. 10 ദിവസം നന്നായി വാമനമൂർത്തിയെ ഭജിക്കുക. ആ 10 ദിവസത്തെ ഭജനം കൊണ്ട് ഇനി വരുന്ന ഒരു വർഷം എല്ലാവർക്കും ഐശ്വര്യമായിട്ട് വരും. അത് സംശയമില്ലാത്ത കാര്യമാണ്. ഇത് മാസം, നക്ഷത്രം, മറ്റതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇത് അങ്ങ് പൊതുവായി പറയുന്നൊരു കാര്യമാണ്. ആണ് അത് ഒരു ആചാര്യന്മാർ ഒരു കാലത്തെ നിശ്ചയിച്ചിരിക്കുന്നത് ഈ കാലം ഇതിനു വേണ്ടി കൊള്ളാം, ഈ കാലം ഇതിനു വേണ്ടി കൊള്ളാം എന്നിങ്ങനെ നിശ്ചയിച്ചിരിക്കുന്നത് എന്തിനാണ്? ആ കാലത്ത് അത് ചെയ്യുമ്പോൾ ഫലം ഉണ്ടാകുന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു കാലയളവാണ്, ഒരു വിഷ്ണു ഭജനം ചെയ്യേണ്ട 10 ദിവസത്തെ കാലയളവാണ് ശരിക്കും ഓണം. കാരണം വലിയ താപസനായിരുന്ന മഹാബലിയെ, സിദ്ധനായിരുന്ന മഹാബലിയെ അദ്ദേഹത്തിന് പരമമായ പദത്തിലേക്ക് അദ്ദേഹത്തെ ഉയർത്തിയ സമയമാണ് ഈ ഓണം എന്ന് പറയുന്ന സമയം. അപ്പോൾ ആ കാലയളവ് അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുക. എല്ലാവരും അവരവരുടെ സാധനാ പദ്ധതികളൊക്കെ ചെയ്യുക. സാധിക്കുമെങ്കിൽ കുറേ ദിവസം നാരായണ ജപിക്കുക, കൃത്യമായി നാരായണ ജപിച്ചുകൊണ്ടിരിക്കുക. അവസാനത്തെ ദിവസം തിരുവോണത്തിൻ്റെ അന്ന് അറിയാം, വാമനമൂർത്തി അവതരിച്ച ദിവസമാണ്. അന്നത്തെ ദിവസം പറ്റുന്നത്ര സമയം വാമനമൂർത്തികളുടെ ക്ഷേത്രത്തിൽ പോവുക, അവിടെ തൊഴുക, വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോവുക, നമസ്കരിക്കുക. ആർക്കെങ്കിലും കാലൊഴിച്ചുകൂട്ട് നടത്താൻ പറ്റുമെങ്കിൽ നടത്തുക. ഇനി അതല്ലെങ്കിൽ വീട്ടിൽ ഭംഗിയായിട്ട് എല്ലാവരും കൂടെ ഊണ് കഴിക്കുക. ഇതൊക്കെ വേണ്ടതാണ്. ആ കൂടെ എന്ത് ചെയ്യണം? അവനവൻ കൂടി കുറച്ച് സമയം ഇതും ജപിക്കണം. സഹസ്രനാമം ജപിക്കാം, ഭാഗവതം വായിക്കാം, നാരായണ ജപിക്കാം, ഇതൊക്കെ ചെയ്യാം. അതിനു വേണ്ടിയും കൂടി ഇത് ഉപയോഗിക്കണം. വെറുതെ ഒരു ആഘോഷം മാത്രമാക്കി ഇതിനെ പൊടിച്ചു തീർക്കാതെ അതിൻ്റെ ആ ഒരു ആത്മീയമായ അംശത്തെയും കൂടെ ഉൾക്കൊള്ളാനുള്ളൊരു ശ്രമം എല്ലാവരും നടത്തിയാൽ നന്നായിരിക്കും. അപ്പോൾ പുത്തൻ ഉടുപ്പിട്ട് രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയി പിന്നെ പൂക്കളമിട്ട് സദ്യയുണ്ട് മാത്രം തീർക്കാതെ ആ 10 ദിവസം ഭജനത്തിനായി കൂടി ഉപയോഗിക്കണം എന്നാണ് ശ്രീ രാജേഷ് ശർമ്മ പറയുന്നത്. എന്തായാലും ജനം ടി വിയുടെയും ജനം ടി വിയുടെ പ്രേക്ഷകരുടെയും പേരിൽ അങ്ങേക്ക് നന്ദി, ഓണാശംസകൾ നേരുന്നു.